തൊട്ടടുത്ത് നിന്നിരുന്ന പ്രകാശ് ആ വണ്ടി ഓടിച്ചു വന്നു എന്ന മണ്ടൻ സിദ്ധാന്തമാണോ പറയാൻ പോകുന്നത്? അത്രയ്ക്ക് താടില്ല. പ്രകാശിനെ സ്നേഹിക്കുന്ന ആരെങ്കിലും ആവാം. പ്രകാശും തോബിയാസും ശത്രുതയിലായിരുന്നു എന്നത് സത്യമല്ല. അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ ചില പ്രശ്നങ്ങളുടെ പേരിൽ തെരുവിലിട്ട് തല്ലുന്നത് അത്ര സിമ്പിൾ മാറ്റർ ഒന്നും അല്ലല്ലോ. എങ്ങനെയായിരുന്നു ഗ്ലോറിയും തോബിയാസും തമ്മിൽ? പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ തോബിയാസിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ തോന്നിയില്ല. എന്താ സർ? ഞാൻ തോബിയാസിനെ കണ്ടിരുന്നു. അയാൾക്ക് ഞാനൊരു വാക്ക് കൊടുത്തു. അയാളുടെ കൈ നഷ്ടപ്പെടുത്തിയത് ആരാണെങ്കിലും 4 ദിവസത്തിനുള്ളിൽ അയാളുടെ മുമ്പിൽ നിർത്തിക്കൊടുക്കാമെന്ന്. ഏത് കാര്യവും നേരെ അന്വേഷിക്കുന്നതിലും എനിക്കിഷ്ടം അല്പം വളഞ്ഞ വഴിയാണ്. എതിരാളി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴി. ഞാൻ കണ്ടെത്തും ഏത് വഴിക്കെന്നും ആരാണ് കാരണവും. വരട്ടെ. മോനെ, എന്താമ്മേ? കരുതിക്കൂട്ടി തന്നെയാ പൊന്നമ്മയെ കൊണ്ടുവന്നിരിക്കുന്നതല്ലേ? എന്റെ മോളെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളത് അവരാ. എനിക്കറിയാം. എന്നിട്ട് എന്തിനാ മോനെ അവളെ ശിക്ഷിച്ചു? അമ്മയ്ക്ക് പരാതിയൊന്നുമില്ല. പക്ഷേ വേറൊരാള്. അമ്മേ, ആളുകൾ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോഴാ വേണ്ടപ്പെട്ടവർ തന്നെ ശിക്ഷിക്കുന്നത്. വലുതാവുമ്പോ ശിക്ഷിക്കുന്നത് മറ്റുള്ളവരാ. തൂക്കിക്കൊല്ലാൻ അച്ഛനമ്മമാരെ അല്ല വിളിക്കുക, ആരാചാര്യ. മോനെ, അവളെ ശിക്ഷിക്കപ്പെടാനുള്ള തെറ്റൊന്നും അവള് ചെയ്തിട്ടില്ലെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ഇപ്പൊ ഈ ശിക്ഷ കുറച്ച് സമയത്തേക്ക് അമ്മയുടെ മോള് ദൈവത്തിന്റെ പണിയെടുത്തതിനുള്ള കൂലിയാ. തോബിയാസിന്റെ കൈയല്ല തലയേറ്റുപോയാലും ഞാനതിൽ സന്തോഷിക്കും. പക്ഷെ ആ കൈയെടുക്കാൻ ഗ്ലോറിക്ക് എന്താ യോഗ്യത? അവള് തോബിയാസിന്റെ കൈയിന്റെ മുകളിൽ കൂടി കാർ ഓടിച്ച് കയറ്റിയത് ഗ്ലോറിയ. അവളായിരിക്കില്ല. നിങ്ങൾ എന്തിനായി തർക്കിക്കുന്നത്? ആനയെ തിന്നു എന്നല്ല പറയുന്നത്. നിങ്ങളുടെ മോൾ ഒരുത്തനെ കൊല്ലാൻ നോക്കി എന്നാ. അവൾക്കത് നമ്മള് ശ്വാസം വിടുന്നത് പോലെയാ. ഒരു വീട്ടുവേലക്കാരി ആവുന്നത് എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിട്ടല്ല. സാറ് നിർബന്ധിച്ചപ്പോ അവളെ തല്ലി പരിചയമുള്ളത് കൊണ്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അനാഥാലയത്തിലേക്ക് ഞാൻ എപ്പോ ചെന്നാലും എനിക്ക് അവിടെ ജോലി റെഡിയാ. അവൾ ഇന്ന് നന്നായ ഞാൻ നാളെ പോയിക്കോളാം. അതെ, എന്തേ? അവളെ കൊല്ലരുതെന്നല്ലേ അത് സാറും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മുക്കി പിഴിഞ്ഞ് അലക്കണം. അതിനാ ഞാൻ വന്നത്. അത് കഴിയുമ്പോ അവൾ അങ്ങ് ക്ലിയർ ആവും. പിന്നെ ഒന്ന് ഉണക്കിയെടുത്താ മതി. ഞാനായിട്ട് പണി തുടങ്ങിയ പിന്നെ അവക്ക് മോശം വരില്ല. കുറച്ചു കാലം കണ്ണും കാതും ഒക്കെ പൊത്തിയാൽ നിങ്ങൾക്ക് അവളെ ഭാവിയിലും ജീവനോടെ കാണാം. നിങ്ങൾക്ക് കുടിക്കാൻ എന്തേലും വേണോ? സാറിന് എന്തേലും വേണോ? ഇപ്പൊ വേണ്ട. സന്തോഷം. എന്നാ ഞാൻ പോയി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. നമ്മുടെ കൊച്ചു വന്നാലല്ലേ എനിക്ക് പണിയുള്ളൂ. അതെ, പണിയെടുക്കാനുള്ള യന്ത്രം വരുമ്പോ ഒന്ന് വിളിച്ചേക്കണേ. അതുവരെ റെസ്റ്റ് എടുക്കട്ടെ. എല്ലാം ശരിയാവും. അമ്മ അങ്ങനെ വിശ്വസിക്കേ. അവളുടെ മുമ്പിൽ പൊന്നമ്മയും തോറ്റാൽ വരട്ടെ. പുതിയ പുതിയ ആയുധങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട് ലോകത്തിൽ. അങ്കിൾ, എന്തായി? അലക്സ് വന്നോ?
ഇല്ല, ഇന്നോ നാളെ വരും. വരണ്ടെന്ന് വിളിച്ചു പറയും അലക്സിനോട്. പോലീസിന് പോലും കൃത്യമായ മൊഴി കൊടുക്കാതിരുന്ന തോബിയാസിനോട് എനിക്ക് ബഹുമാനമുണ്ട്. അന്ന് അങ്കിളിന്റെ മനസ്സിലൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ലേ? ആരായാലും അത് സ്വയം കണ്ടുപിടിക്കണമെന്ന്. അത് തന്നെയാ വേണ്ടത്. കണ്ടുപിടിക്കുന്നതും ചോദിക്കുന്നതും ശിക്ഷിക്കുന്നതും ഒക്കെ അങ്കിള് തന്നെ മതി. പക്ഷേ നമ്മുടെ തമ്മിൽ തെളിവുകളൊന്നും. തെളിവ് ഞാൻ തരാം. അങ്കിളിന് ആക്സിഡന്റ് പറ്റിയ അന്ന് തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു, ആദർശും സോഫിയും അറിയാതെ അങ്ങനെയൊന്നും സംഭവിക്കില്ല. മോൾ എന്തേ പറഞ്ഞ? അവരോ? യെസ് അങ്കിൾ, നേരിട്ടത് ചെയ്യാനുള്ള ധൈര്യം അവർക്കുണ്ടാവില്ല. പക്ഷേ അവരുടെ കൂട്ടത്തിൽ അതിന് പ്രാപ്തിയുള്ള ഒരുത്തനുണ്ട്. അങ്കിൾ ഇതൊന്ന് നോക്ക്. വായിച്ചില്ലേ അങ്കിൾ? ടാക്സി സ്റ്റാൻഡിലെ നിസ്സാര വാക്ക് തർക്കത്തിന് എതിരാളിയുടെ കാലിൽ വണ്ടി കയറ്റി ഇറക്കിയത് അവനാ, ബെഞ്ചമിൻ. എനിക്കിനി സംശയമില്ല, സോഫിയുടെ കാവൽ പട്ടിയായ അവൻ തന്നെയായിരിക്കും അങ്കിളിനെയും. എനിക്ക് കാണണവനെ ഈ നിമിഷം. തോബിയാസിന്റെ കൈയെടുത്തത് അവനാണെങ്കിൽ ആ തലയെടുത്തിട്ട് ഞാൻ തിരിച്ചു വരും. മലബാർ ഗോൾഡ് അവതരിപ്പിക്കുന്നു എന്റെ മാനസപുത്രി. തോബിയാസിന്റെ കൈയെടുത്തത് അവനാണെങ്കിൽ ആ തലയെടുത്തിട്ട് ഞാൻ തിരിച്ചു വരും. നിങ്ങൾക്കൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? വേഗം വിട്. രാമങ്കരല്ല ബെഞ്ചമിൻ. ഇനി വിടുന്ന എത്ര ദൂരം ഉണ്ട് അങ്ങോട്ട്? 10-60 കിലോമീറ്റർ കാണും സർ. എനിക്ക് പെട്ടെന്ന് എത്ര വിടുന്നേ. കയ്യിന് വേദന ഉണ്ട് സർ. തോബിയാസിന് വേദനിക്കില്ല. നീ ഒന്ന് സ്പീഡ് കൂട്ടണം സർ. ഇതിൽ സ്പീഡിൽ പോകാൻ പറ്റില്ല. വണ്ടി നിർത്താൻ. എടാ നിർത്താൻ. ഇങ്ങോട്ട് മാറി നിൽക്കുക. സാർ എന്തായി കാണിക്കാൻ പോകുന്നത്? ബെഞ്ചമിനെ കാണാൻ ഞാൻ തനിച്ചാ പോകുന്നത്. സാർ അത് റിസ്കാ. ഒരു കൈയും കൊണ്ട്. ഇത് തോബിയാസാടാ. തോബിയാസിന് ജീവൻ ശേഷിപ്പിച്ചത് അപകടമാണെന്ന് അവന് മനസ്സിലാവണം. 2 കൈയുള്ള തോബിയാസ് കാറ്റാണെങ്കിൽ ഒറ്റ കൈ കൊടുങ്കാറ്റാവണടാ. നശിപ്പിക്കും ഞാൻ. സർവ്വം നശിപ്പിക്കും. പോരാ പറഞ്ഞേ. സാർ ഒന്ന് വായിച്ചു നോക്കണം. ഇതെന്തിനാ ഇങ്ങനെയൊക്കെ? വേണം സാർ. പണം സ്വീകരിക്കാൻ തീരുമാനിച്ചതിനോടൊപ്പം ഇങ്ങനൊരു തീരുമാനവും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. സാറിന്റെ പണം ഞങ്ങൾ സെറ്റിൽ ചെയ്യുമ്പോൾ ഈ അഗ്രിമെന്റ് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ശിവസുബ്രഹ്മണ്യം, തീരുമാനം എടുക്കും മുമ്പേ ഇവരെന്നോട് സംസാരിച്ചിരുന്നു. എനിക്കിത് നന്നായിട്ടാ തോന്നിയത്.
ഇനി ഒരു കാലത്ത് യമുന അസോസിയേറ്റ്സ് എന്ന സ്ഥാപനം എത്ര വളർച്ചയിലെത്തിയാലും അതിലൊരു നിശ്ചിത ഓഹരി സാറിനുള്ളതായിരിക്കും. അഥവാ നേട്ടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഈ പണത്തിന്റെ കട ഞങ്ങൾ വീട്ടും. അതും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇത്രയും വലിയൊരു കരാറ്. സത്യത്തിൽ ഞങ്ങളുടെ കമ്പനിയുടെ മൂലധനം ഈ 5 കോടി രൂപയാണ്. അതിന്റെ പ്രതിഫലം ഇങ്ങനെ തന്നെ വേണം. കമ്പനി കാര്യങ്ങൾ ഇനി സാറിനോട് കൂടി ആലോചിച്ചിട്ട് ഞങ്ങൾ തീരുമാനിക്കും. അത് ബാധ്യതയല്ല, സാറിനെ ഒരു സീനിയർ അഡ്വൈസറായിട്ട് കാണാൻ തന്നെയാ. സുബ്രഹ്മണ്യം, താനിത് അംഗീകരിച്ചേ പറ്റൂ. ഓക്കെ? ഓക്കെ. യെസ്. തെറ്റിദ്ധരിക്കണ്ട, പിച്ചെടുക്കാൻ വന്നതല്ല. വിശേഷങ്ങളെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞു കാണുമല്ലോ അല്ലേ? ആരാമ്മേ? ദീപയുടെ ഭർത്താവ് ഇവിടെ ഉണ്ടോ? ഉണ്ട്. എന്നാ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയത്? ഡിസ്ചാർജ് ആയതല്ല, തന്നിഷ്ടപ്രകാരം അവിടുന്ന് ഇറങ്ങിപ്പോന്നതാ. കാര്യങ്ങൾ ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട്. ദീപ ആദർശിനെ വിളിക്ക. ടെൻഷനൊന്നും വേണ്ട. ഒരു വികലാംഗന് പരിധികളൊക്കെ ഉണ്ടല്ലോ. മോള് വിളിക്ക. അമ്മച്ചി, ഞാൻ അകത്തിരിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? ഇരിക്കാം, അല്പം പരിഗണന കിട്ടുമല്ലോ. ഹലോ ആദർശ്. ഭാഗ്യവാൻ, കൈ നഷ്ടപ്പെട്ടില്ലല്ലോ. ഭാഗ്യവാൻ, കൈ നഷ്ടപ്പെട്ടില്ലല്ലോ. എന്താ തോബിയസ് വന്നത്? പറയാം. ഇതൊരു വല്ലാത്ത അവസ്ഥയാ. സർവവും തികഞ്ഞവനൊന്നൊരു വിശ്വാസത്തിന്ന് പെട്ടെന്ന് താഴേക്കൊരു വീഴ്ച. അതനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ അതിന്റെ ഒരു കാഠിന്യം. ഒരു കണക്കിന് നല്ലതാ. ഒറ്റക്കയ്യൻ തോബിയാസ്. കേൾവിക്ക് സുഖമുണ്ട്, പറയാനും. ഈ പേടിപ്പിക്കുന്ന പേരുകൾക്ക് മുമ്പില് ഒറ്റക്കണ്ണൻ നിന്നും ഒറ്റക്കാലിൽ നിന്നൊക്കെ വരുന്നത് ഒരു ഗൗരവം കൂട്ടും. പിന്നെ ബസ്സിന് സീറ്റ് കിട്ടും, സർക്കാരിൽ നിന്ന് വായ്പ കിട്ടും, ആനുകൂല്യങ്ങൾ അങ്ങനെ. പക്ഷെ ആദർശ് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്ക. ഇങ്ങനൊരു അവസ്ഥ വരുത്തി വെച്ചവനെ തിരിച്ചറിഞ്ഞ എന്തായിരിക്കും പ്രതികരണം? എന്റെ സ്ഥാനത്ത് അഭിനയിച്ചാണെങ്കിൽ ശത്രുവിനെ ശിക്ഷിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കും. സോഫിയാണെങ്കിൽ പ്രതികരിക്കും, ആദർശാണെങ്കിൽ കൈവയ്ക്കും. അപ്പോ തോബിയസ് ആണെങ്കിലോ കൊല്ലണം.
വന്ന കാര്യം അതാ, ഈ മുറിവ് ഉണങ്ങിയിട്ടില്ല, അതൊന്ന് ഉണക്കണം. അത് ആദർശിനെ പറ്റും. ഞാനെന്ത് ചെയ്യണം? ഇനിയും നഷ്ടപ്പെടാത്ത ഈ വലത് കൈയുടെ ചൂണ്ടുവിരൽ കൊണ്ട് കാണിച്ചു തരണം അവനെ, ഈ തോബിയാസിന്റെ കൈയെടുത്ത ധീരനെ. എനിക്കറിയില്ല. റോഡിലെ ആക്സിഡന്റുകൾക്ക് ഉത്തരവാദി കണ്ടെത്തേണ്ട പോലീസാണ്. അമ്മച്ചി, അപമര്യാദയായിട്ട് ഒന്നും ഞാൻ ആദർശനോട് പറഞ്ഞില്ല, ഭീഷണിപ്പെടുത്തിയിട്ടുമില്ല. പക്ഷെ ആദർശനറിയാം. ഒന്ന് പറ അമ്മച്ചി മോനോട്, ഒരു ഒറ്റക്കൈനായ ഒരാളുടെ അപേക്ഷയല്ല അമ്മച്ചി. തനിക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്വം ഇവിടെയുള്ളവര് പറയണോ? അമ്മയെ പോലെ ആദർശനെ പോലെ അല്ല ദീപ, കുറച്ച് പ്രാക്ടിക്കലാണ്. ഭർത്താവിനോട് ഒന്നും പറയേ, തോബിയാസിന്റെ മര്യാദയുടെ ഭാഷ കളയിക്കല്ലേ എന്ന്. തോബിയാസ്, ഇതൊരുതരം വൃത്തികെട്ട ഭീഷണിയാണ്. തന്റെ കൈ നഷ്ടപ്പെട്ടതിൽ എനിക്ക് സഹതാപമുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ തോബിയാസ് പറയുന്നതും പ്രവർത്തിക്കുന്നതും സഹിക്കണമെന്ന് വാശി പിടിക്കരുത്. സഹിക്കണം, സഹിക്കുന്നീ. ഞാനിപ്പോ വരുന്നത് എവിടുന്നാന്നറിയോ നിനക്ക്? റോഡിൽ ആരെയും തോൽപ്പിക്കാനുള്ള വേഗതയും സൂക്ഷ്മതയുള്ള ബെഞ്ചമിന്റെ അടുത്തുനിന്ന്. അവൻ നിഷേധിച്ചു, അവനൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്കറിയണം, നീയൊക്കെ കൂടി ആരെയാ വാടകയ്ക്കെടുത്തെന്ന് പറയാം. തോബിയാസ്, ചലനമറ്റ കൈയാളാ, അതിന്റെ കരുത്ത് കൂടിയുണ്ട് തോബിയാസിന്റെ ഇടത് കൈക്ക്. ഈ തോബിയാസിന് കൈയെടുക്കാൻ വേണ്ടി ഒരുത്തർക്ക് കോൺട്രാക്ട് കൊടുക്കണ്ടേ? തുണ്ടായിക്കളെ എല്ലാത്തിനും. മുറി കൊടുക്കുന്നതിന് മുമ്പ് മൂർത്തിരിക്കണോ? എന്റെ ഈ കയ്യും കാലും ഒക്കെ വെട്ടിയരിഞ്ഞിട്ടാലും ഈ നെഞ്ചിലൊരു ചലനം ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് തോബിയാസം. നിങ്ങളൊക്കെയൊന്നും പേടിപ്പിക്കുന്ന പേര്. അയ്യോ, ഈ വണ്ടിക്കകത്ത് വേറെ ആരും ഇല്ലേ? അപ്പൊ പിന്നെ ആരായി വണ്ടി ഓടിച്ചോണ്ടൊന്നേ? അയ്യപ്പാ, ഒറ്റ കൈ കൊണ്ടാ വണ്ടി ഓടിച്ചോണ്ട് വന്നിരിക്കുന്നത്. ഭയങ്കരം. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയുണ്ട് പ്രകാശ്. വഴക്കിന്റെ ബാക്കി തീർക്കാനൊന്നുമല്ല, ഇതിനപ്പുറം ഇനി എന്ത് വഴക്ക?